സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം വായിക്കുന്നു. സദൃശവാക്യങ്ങൾ അധ്യായം 22 19 തിരുവചനം. നിൻ്റെ ആശ്രയം യഹോവയിൽ ആയിരിക്കേണ്ടതിന് ഞാൻ ഇന്ന് നിന്നോട് തന്നെ ഉപദേശിച്ചിരിക്കുന്നു. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട സദൃശവാക്യങ്ങൾ അഥവാ സുഭാഷിതങ്ങൾ 22 അധ്യായം 19 തിരുവചനത്തിൽ ദൈവം നമുക്ക് നൽകിയ ഒരു ചെറിയ ഉപദേശമാണ് നാം വായിച്ചു കേട്ടത്. ഇവിടെ നമ്മുടെ ആശ്രയം യഹോവയിൽ അഥവാ ദൈവത്തിൽ വയ്ക്കുവാൻ പരിശുദ്ധാത്മാവ് സോളമൻ അഥവാ ശലോമൻ രാജാവ് വഴി നിർദ്ദേശിക്കുകയാണ്. എന്തുകൊണ്ടാണ് നാം നമ്മുടെ ആശ്രയം ദൈവത്തിൽ വയ്ക്കണമെന്ന് ദൈവം നിർദ്ദേശിക്കുന്നത്? നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്, നമ്മുടെ നിലനിൽപ്പിന് വേണ്ടിയാണ്, നമ്മുടെ അനുഗ്രഹത്തിനു വേണ്ടിയാണ്, നമ്മുടെ ആശീർവാദത്തിനു വേണ്ടിയാണ് നാം നമ്മുടെ ആശ്രയം സർവശക്തനായ ദൈവത്തിൽ അർപ്പിക്കുമ്പോൾ നാം ചെയ്യുന്നത് നമ്മുടെ ആത്മാവിനെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയാണ്. അപ്രകാരം സമർപ്പിക്കപ്പെട്ട വ്യക്തി ജീവിതങ്ങളെ പിന്നെ നിയന്ത്രിക്കുന്നത് മനുഷ്യനല്ല, പ്രത്യുത ദൈവമാണ്. അതിനുവേണ്ടിയാണ്, അഥവാ നമ്മുടെ സമ്പൂർണമായ നിയന്ത്രണം ദൈവം ഏറ്റെടുക്കുമ്പോൾ നമ്മുടെ ഭാവി വളരെ ശോഭനപൂർണമായി തീരും. ദൈവം നമ്മെ കാത്ത് സൂക്ഷിച്ച് പരിപാലിച്ച് പരിപോഷിപ്പിച്ച് വഴി നടത്തും. എന്നാൽ അത് നിർബന്ധപൂർവമല്ല, പ്രത്യുത നാം നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുമ്പോഴാണ് ദൈവം അപ്രകാരം ചെയ്യുന്നത്. വേദപുസ്തകത്തിൽ നാം ദൈവത്തിൽ ഇപ്രകാരം ആശ്രയം വച്ച ഒരു കൂട്ടം പേരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് 56 സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു ഭക്തൻ പറയുന്നത് ഇങ്ങനെയാണ്. സങ്കീർത്തനം 56 വാക്യം 4. ഞാൻ ദൈവത്തിൽ അവിടുത്തെ വചനത്തെ പുകഴും. ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ഞാൻ ഭയപ്പെടുകയില്ല. ജഡത്തിന് അഥവാ മനുഷ്യന് എന്നോട് എന്തു ചെയ്യാൻ കഴിയുമെന്ന് ഈ മനുഷ്യൻ വെല്ലുവിളിക്കുകയാണ്. ജീവിതത്തിലുണ്ടായ പ്രതിസന്ധി ഘട്ടങ്ങളിൽ തനിക്കുണ്ടായ ഭയം നിമിത്തം താൻ ചെയ്തത്, അഥവാ ഈ 56 സങ്കീർത്തനത്തിൻ്റെ രചയിതാവായ ദാവീദ് ചെയ്തത് ദൈവത്തിൽ ആശ്രയിക്കുകയായിരുന്നു. ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ ദൈവകരങ്ങളിൽ സമ്പൂർണമായി സമർപ്പിച്ചു. തുടർന്ന് അദ്ദേഹത്തിൻ്റെ മുന്നിലുള്ള പ്രതിസന്ധികളെ നോക്കി അദ്ദേഹം വെല്ലുവിളിക്കുകയാണ്. ജഡത്തിന് അഥവാ മനുഷ്യന് എന്നോട് എന്തു ചെയ്യാൻ കഴിയും? ഞാനിനി ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഞാൻ ഏതെല്ലാം വിഷയങ്ങളിൽ ഭയപ്പെടുന്നുവോ ആ വിഷയങ്ങൾ ദൈവം ഏറ്റെടുത്തിരിക്കുന്നു. അഥവാ ഞാൻ ആ വിഷയങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചിരിക്കുന്നു. ഇതുതന്നെയാണ് ദൈവാശ്രയം എന്ന് പറയുന്നത്.
അതെ, നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്ന അനുഭവം. നിൻ്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവിടുന്ന് നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവിടുന്ന് ഒരു നാളും സമ്മതിക്കുകയില്ല എന്ന് പറഞ്ഞ ആ ദൈവകരങ്ങൾ ഈ പ്രഭാതം നമ്മെ തന്നെ സമർപ്പിക്കാം. ഈ തിരുവചനങ്ങളാൽ സർവശക്തനായ ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. Bless the Lord, oh my soul, oh my soul, worship His holy name. Sing like never before, oh my soul, I'll worship Your holy name. The sun comes up, it's a new day dawning. It's time to sing your song again. Whatever may pass and whatever lies before me, let me be singing when the evening comes.